ഷംന ഷംനോ വിളിച്ചതാത്ത. ആ നേരെ എത്രയായി നോക്ക്. നീ ഒന്ന് വേഗം ചെയ്ത് ഉള്ളിയൊക്കെ ഒന്ന് തൊലിച്ചു വെച്ചാ ഞാൻ അപ്പളേക്ക് ആ ചപ്പാത്തിക്കുള്ള മാവൊക്കെ ഒന്ന് കുഴച്ചു വെക്കട്ടെ. ആ രാവിലെ നേരം ചപ്പാത്തി പണിക്ക് നിന്ന് പറഞ്ഞാൽ ഒരു തിരക്കാണ്. അത് കുഴയ്ക്കാനും പരത്താനും കറി ഉണ്ടാക്കലും ഒക്കെ കൂടിയായിട്ട് ഇന്നാണെങ്കിലും എണിച്ചപ്പത്തിരി വേഗവും ചെയ്തു. ചപ്പാത്തിക്ക് എന്താ എന്നിട്ട് കറി ഉണ്ടാക്കണ്? കടല വെള്ളത്തിലിട്ടിട്ടുണ്ടേ, ഗ്രീൻ പീസേ. അതിൽ ഇത്തിരി ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ കൂടി ഇട്ടിട്ട് ഒരു വെജിറ്റബിൾ കുറുമ വെക്കാൻ പറഞ്ഞിട്ടാണ്. നന്നായിട്ടുണ്ടാവില്ലേ? ആ അങ്ങനെ വെച്ചാൽ മതി, നന്നായിരിക്കും. നീ ഇന്നലെ ആ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ടേ അതിക്കുള്ള തേങ്ങയും കൂടി അരച്ച് വെക്കിട്ടാ. എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മല്ല താത്ത ചപ്പാത്തി ഉണ്ടാക്കണ പറഞ്ഞാലേ തലേ ദിവസം തന്നെ മാവൊക്കെ കുഴച്ച് പരത്തി ഫ്രിഡ്ജിൽ വെക്കണ കാണാം. രാവിലെ നേരം ഈ ഒരു തിരക്കല്ലേ, നമ്മൾക്ക് ക്ലാസ്സിക്ക് പോകണ തിരക്കും അതുപോലെ വാപ്പാക്ക് ജോലിക്ക് പോകണ തിരക്കൊക്കെ കൂടിയിട്ട് ഒക്കെ കൂടി ഉമ്മാക്ക് സഹിക്കില്ല പറഞ്ഞിട്ടേ അങ്ങനെ പരത്തി വെച്ചു പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ എണിച്ചിട്ട് കറി ഉണ്ടാക്കി ഏതൊക്കെ ഒന്ന് ചുട്ടെടുത്താൽ മാത്രം മതിയല്ലോ. അതേലേ, നമുക്ക് അടുത്ത പ്രാവശ്യം മുതൽ അങ്ങനെ ചെയ്യേ. അതല്ല ഞാൻ ആലോചിക്കണതേ, നമ്മൾ തലേന്നത്തെ പണി കഴിയണമെങ്കിൽ തന്നെ രാത്രി 10 മണിയാവും. പിന്നെ ഇങ്ങനെ പിറ്റേ ദിവസത്തെയും കൂടി പണി ചെയ്ത് വെക്കുക. അതും ശരിയാണല്ലോ. ഏയ്, എന്താ പടുക്കളയിൽ ഇത്ര വല്ലാത്ത കോമഡി നടന്നാണാവോ രണ്ടാൾക്കും ചിരിച്ചഴിയാന്. നേരം വെളുത്ത് കഴിഞ്ഞാൽ കാണാൻ പെണ്ണുങ്ങൾ രണ്ടും കൂടി കുണു കുണു പറഞ്ഞുകൊണ്ട് കൊട്ടിപ്പടിച്ചിരിക്കാന്. എവിടെയും കാണാത്ത പോലെ ഇങ്ങനെ ഒരു ഇളയച്ചി മൂത്തച്ചി. നീ എൻ്റെ വില കുറ്റം പറഞ്ഞ് ചിരിക്കാണ് അവർ രണ്ടും കൂടി. എന്തമ്മ ഇങ്ങനെ വന്ന് നിക്കണ്? അല്ലേ, രണ്ടാളും കൂടി ഇവിടെ ചിരിച്ചു മയങ്ങുന്നത് അങ്ങോട്ട് സിറ്റൗട്ടിക്ക് കേൾക്കണുണ്ടേ. അപ്പൊ എന്താ ഇപ്പൊ ഇത്ര വല്ലാത്ത കോമഡി ഇവിടെ നടന്നു പോയിട്ട് നോക്കാൻ വന്നതാ. കുറച്ച് ഉറക്കെ പറയണമെന്നുണ്ടെങ്കിൽ എനിക്കും കൂടി ചിരിക്കാലോ. ഏഹേ, അത് നമ്മൾ ഓരോ കൂട്ടം കൂടിയിട്ടേ. ഓ, എൻ്റെ കുറ്റം പറഞ്ഞ് ചിരിക്കല്ലേ, അപ്പൊ പിന്നെ എൻ്റെ അടുത്ത് പറയാൻ പറ്റില്ലല്ലോ. എന്തമ്മ? ഒന്നുമില്ല. ചെറിയ വർത്താനൊക്കെ കഴിഞ്ഞെങ്കിലേ വേഗം പലഹാരം ഉണ്ടാക്കാൻ നോക്കി. ഒരു കാലിച്ചായയും കൊണ്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറേയായി. എന്താടി കാട്ടണ്? ചായ കൂടി കഴിഞ്ഞാ? ആ, ചായ കൂടിയൊക്കെ കഴിഞ്ഞു. എന്താ പലഹാരം? ഇന്ന് നൂൽപുട്ട ഉണ്ടാക്കിയത്. കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുക. ഞാൻ അതാ പാത്രങ്ങളൊക്കെ കഴുകാണ്ട്. നിങ്ങൾ കഴിച്ചില്ലേ? എന്താ ഇവിടെ ഉണ്ടാക്കി? ഇവിടെ എന്താ ചപ്പാത്തിയാ തോന്നണം ഉണ്ടാക്കണ്. കഴിച്ചിട്ടൊന്നുമില്ല. ഒക്കെ അവൻ്റെ കയ്യിൽ നിന്ന് ഒരുങ്ങി കിട്ടിയിട്ടൊക്കെ വേണ്ടേ, ഒരുങ്ങുമ്പോ തിന്ന. അവിടെ നൂൽപുട്ട ഉണ്ടാക്കിയില്ലേ? തിളക്ക് അങ്ങനെയുള്ളതൊന്നും ഉണ്ടാക്കാൻ അറിയില്ലേണാവോ? ഒന്നുമില്ലെങ്കിൽ പുട്ട്, അതല്ലെങ്കിൽ ചപ്പാത്തി, ഇനി അതും അല്ലെങ്കിൽ ആട്ടിയ പലഹാരം എന്തെങ്കിലും ആയിരിക്കും. ഇതല്ലാണ്ട് വേറെ ഒന്നും അറിയില്ല തിളക്ക്. പത്തിരി നൂൽപുട്ടൊക്കെ തിന്ന കാലം മറന്നു. നൂൽപുട്ടിന് എന്താ കറി? ചട്നിയാ? ചട്നിയൊന്നല്ല. ഇന്നലെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ, അതിൻ്റെ കുറച്ച് കറിയൊക്കെ ഉണ്ടായിരുന്നു. ആ, നൂൽപുട്ടും ചിക്കൻ കറിയും അല്ലേ? രണ്ടും നല്ല കോമ്പറ്റീഷനാണ്. കോമ്പറ്റീഷനല്ല, കോമ്പിനേഷൻ. അറിയില്ലെങ്കിൽ പറയാണ്ടിരുന്നാ പോരെ. ആ, നീ എപ്പോഴാടി ഇങ്ങോട്ട് വരുന്നത്? ഞാൻ കഴിഞ്ഞ ആഴ്ചയല്ലേ അവിടെ നിന്ന് വന്ന്. എപ്പോഴും അവിടെ വന്നിരിക്കാൻ പറ്റുമോ? ഇനിയിപ്പോൾ ഒന്നും വരുന്നില്ല. ഷംനി ആരിഫയൊക്കെ എവിടെ? അടുക്കളയിൽ ഓരോ തിരക്കിലായിരിക്കും അല്ലേ? ഓ, നേരം വെളുക്കുമ്പോൾ രണ്ടും കൂടി അടുക്കളയിൽ കയറി കൂടിയതാണ്. എന്നാൽ നേരത്തിന് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? അതിട്ടില്ലേനും. അതിന് എങ്ങനെയാണ്? അടുക്കളയിൽ പണിയെടുക്കാനല്ലേ അവർക്ക് നേരെ, വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കാനേ നേരമുള്ളൂ. നിങ്ങൾ രാവിലെ തന്നെ മരുമക്കളെ കുറ്റം പറയാൻ വിളിച്ചതാ? അല്ല, എവിടെ ഇല്ലാത്ത കാട്ടിക്കൂട്ടിൽ കാണുമ്പോഴേ പറഞ്ഞു പോകും. അതാ വരുന്നു. ഡീ, പലഹാരമായിട്ടുണ്ട് അത്രേ, അത് പോയി തിന്നട്ടെ. പിന്നെ വിളിക്കാട്ടെന്നാ. നിങ്ങളിങ്ങനെ അതെല്ലാം മുമ്പിൽ എന്നെ ഫോൺ വിളിച്ചിട്ടേ ഓരോ കുറ്റം പറഞ്ഞു തരണ്ടാട്ടോളി. അതിൽ കേട്ട് എന്താ വിചാരിക്കുക? ശരി എന്നാ വെച്ചോളി, എനിക്കിവിടെ ഓരോ പണികളുണ്ട്. ഓ, ഒക്കെ ഒരു കയ്യാണ്, നമ്മളിന് ആർക്കും പറ്റായി. ഇതാ അമ്മക്കൊരു സാരി എടുത്തതാണ്, എങ്ങനെയുണ്ട് നോക്കി. ആ, എന്താ ഇപ്പൊ ഇതിപ്പോ ഒരു സാരി? അടുത്താഴ്ച താത്താന്റെ ഇളയച്ചന്റെ വീടിരിക്കലല്ലേ, അതിന് മുമ്പ് ഇടാലോ. ആ, ഞാനത് അങ്ങോട്ട് മറന്നു. ഇനി വീടിരിക്കലിന് മുമ്പ് എന്തെങ്കിലും കൊടുക്കണ്ടേ? അത് അന്ന് പോകുമ്പോ എന്തെങ്കിലും വാങ്ങിയാ പോരെ? ആ, മതി. ഉമ്മാക്ക് പറ്റിയില്ലേ കളറൊക്കെ? ഓ, പറ്റി. എനിക്കില്ലാത്തൊരു കളറും. നിനക്ക് നോക്കി എടുക്കാനൊക്കെ അറിയാലേ. താത്ത എവിടമ്മ? അവളതാ റൂമിൽ കിടക്കുക തോന്നുന്നുണ്ട്. അതിലെന്താ അത്? നിനക്ക് കൊടുത്തിട്ടുണ്ടാവൂല്ലേ? ആ, എനിക്ക് മാത്രല്ല, താത്താക്ക് കൊടുത്തിട്ടുണ്ട്. അതെ,
ഇത് താത്ത കാണിച്ചു കൊടുത്തിട്ട് വരാട്ടോളി. ആ അപ്പൊ എല്ലാവർക്കും എടുത്ത കൂട്ടത്തിൽ ഏച്ചയ്ക്ക് എനിക്കൊന്നും എടുത്തതാണ് അല്ലേ? താത്ത എന്താ കിടക്കാണ്? ആ ഞാൻ വെറുതെ കിടന്നതാണേ. നീ ടൗണിക്ക് പോകണം പറഞ്ഞിട്ട് പോയിട്ട് വന്നപ്പോ? ആ ഞാൻ പോയിട്ട് ഇപ്പൊ വന്നെ ഉള്ളൂ. എന്താ അത് ഡ്രസ്സ് എടുത്താ? ആ ഇക്ക പൈസ അയച്ചപ്പോഴേ ഉമ്മാക്കൊരു സാരി എടുത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതിൻ്റെ കൂടെ 2 ചുരിദാറും എടുത്തു. നിങ്ങക്ക് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. എങ്ങനെയുണ്ട് നോക്കി? ആ നന്നായിട്ടുണ്ടല്ലോ. നീ ഇങ്ങനെ കിട്ടുന്ന പൈസക്ക് ഇങ്ങനെ ഡ്രസ്സ് എടുത്ത് കളയണ്ട കേട്ടോ. അവനവിടെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കണതല്ലേ. ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ടാ? ഇല്ല, ഒരു 1500 1600 താത്താക്ക് ഏതാ നല്ല ഇഷ്ടമായി? രണ്ടും നന്നു. എന്നാലും ഇതൊന്നും കൂടി ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഈ വർക്കൊക്കെ നന്നായിട്ടുണ്ട്. കയ്യിലൊക്കെ കണ്ടില്ലേ നല്ല വർക്ക് ഉണ്ട് അല്ലേ? എന്നാ അത് താത്ത എടുത്തോളി. ഏ ഏ അതൊന്നും വേണ്ട. എന്തിന്? ഞാനത് താത്താക്ക് എടുത്ത് തന്നെയാണേ. അടുത്ത ആഴ്ച നമുക്കൊരു വീടിരിക്കലില്ലേ, അതിന് പോകുമ്പോൾ എല്ലാവർക്കും പുതിയത് ഇട്ടിട്ട് പോവുക. ഇക്ക ഉമ്മാക്കൊരു സാരി എടുക്കാൻ പറഞ്ഞപ്പോഴേ നിങ്ങളെയും കൂട്ടിയിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ആലോചിച്ചപ്പോൾ തോന്നി നിങ്ങളെയും കൂട്ടിയിട്ട് പോയാൽ അങ്ങനെ ഒരു സർപ്രൈസ് തരാൻ പറ്റില്ലല്ലോ എന്ന്. അതാ പിന്നെ വിളിക്കാണ്ടായത്. എനിക്കിപ്പോൾ ചുരിദാറൊന്നും വേണ്ടിയിരുന്നില്ലേ. വീടിരിക്കലിടാനൊക്കെ എനിക്ക് പുതിയതുണ്ടല്ലോ. ഏത്? ആ കഴിഞ്ഞ പെരുന്നാൾക്ക് എടുത്ത ചുരിദാറോ? ഇവിടെ അടുത്തുള്ള എല്ലാ ഫംഗ്ഷനും താത്ത തന്നെ ഇട്ടിട്ട് പോക്ക്. അതാ പിന്നെ എനിക്ക് എടുത്തപ്പോൾ താത്താക്കും കൂടി എടുത്തത്. എന്നാലും ഇപ്പോൾ ഇത് വേണ്ടായിരുന്നു. ഒരെന്നാലും ഇല്ല. നിങ്ങളത് അവിടെ എടുത്ത് വെക്കി. മക സാരി എടുത്തിട്ടുണ്ട് പറഞ്ഞില്ലേ, അതെങ്ങനെയുണ്ട് നോക്കി നോക്കി വന്നിട്ട്. ഞാൻ ആ സാരി ആരിഫാക്ക് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് വന്നതാണേ. എന്നിട്ട് സാരി എവിടെ? ആ സാരി എടുക്കാണ്ടപ്പോൾ ഞാൻ സാരി കാണിച്ചു കൊടുക്കാൻ വന്ന്. എന്താ അതിൻ്റെ ഒരു കാര്യം നോക്കാം. ഇനി രണ്ടാളും കൂടി അങ്ങോട്ട് വന്നാൽ മതി. ഇത് ഷംനെടുത്ത് തന്ന ചുരിദാറല്ലേ? ഇതല്ലേ നീ വീടിരിക്കലിനിട്ട്? ആ നന്നായിട്ടുണ്ടല്ലമ്മ. ഞാനും കൂടി എടുത്തിട്ടില്ല ഈ കാലം വരെ ഇത്ര നല്ല ചുരിദാർ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആ നന്നായിട്ടൊക്കെ ഉണ്ട്. പറഞ്ഞിട്ട് എന്താ കാര്യം? ആ വീടിരിക്കലിന് വന്ന സകല ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് അവൾ എടുത്തു തന്ന ചുരിദാറാണ് എന്ന്. നിന്റേന്ന് മാത്രമല്ല, അന്ന് ഞാനെടുത്ത സാരിയും ഒക്കെ അവൾ എടുത്തു തന്നതാ പറഞ്ഞിട്ടേ എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൂടി നടക്കലായിരുന്നു അവള്. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞോ? എന്നിട്ട് ഞാനതൊന്നും കേട്ടില്ലല്ലോ. നിനക്കല്ലെങ്കിലും വേണ്ടതൊന്നും കേൾക്കാനുള്ള ചെവിയൊന്നും ഇല്ലല്ലോ. എന്നിട്ട് ജാസ്മിൻ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തേ, എന്തിനാ അമ്മ അവൾ ഇതൊക്കെ പാടിയും കൊണ്ട് നടക്കണത്, എല്ലാവർക്കും എടുത്തു കൊടുത്തു എന്നുള്ള പേര് കിട്ടാൻ വേണ്ടിയിട്ട് അവൾ ഇതൊക്കെ ചെയ്തതെന്നേ. എനിക്കൊരു സാരി എടുത്തു തന്നു പറഞ്ഞിട്ട് അവൾ പറഞ്ഞു നടന്നാൽ യാതൊരു കുഴപ്പമില്ല. അത് അവൻ്റെ കടമയാണ് തള്ളാർക്ക് ഓരോ സാരി എടുത്തു തരലൊക്കെ. അതുപോലെയാണ് നിനക്കൊരു ചുരിദാർ എടുത്തു തന്നിട്ട് പറഞ്ഞു നടക്കല്. കേൾക്കണവരെന്താ വിചാരിക്കുക? മൂത്തതിന് ഒരു ചുരിദാർ എടുക്കാനുള്ള ഗതിയും കൂടി ഇല്ലാന്നല്ലേ അവർക്ക് തോന്നുള്ളൂ. ഇതൊക്കെ അവൾ മുൻകൂട്ടി കരുതി കൂടി ചെയ്തു വെച്ചതാണേ. അതൊന്നും മനസ്സിലാക്കാനുള്ള ബോധം നിനക്കും ഇല്ല. അല്ലെങ്കിൽ ഇപ്പോൾ അവൾ വാങ്ങി തീരുമ്പോഴേക്കും മേടിച്ച് വെക്കേണ്ട വല്ല ആവശ്യമുണ്ട് നിനക്ക്? നീ എന്താ ഇവിടെ തുണികൾ ഇടാനില്ലാണ്ടിരിക്കുക? ആ ഇനിയിപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു. ഞാൻ അവളുടെ അടുത്ത് അതിനനുസരിച്ചിട്ടൊക്കെ നിന്നാൽ മതി. ഞാൻ അവൾ വന്ന പാടെ ഇതൊക്കെ ചോദിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഒക്കെ നീ അറിഞ്ഞു വെച്ചോട്ടെ പറഞ്ഞിട്ട് പറഞ്ഞതാ ഞാൻ. അങ്ങനെ ഇപ്പൊ നിങ്ങൾ രണ്ടാളും തേനും പാലായിട്ട് കഴിയണ്ട. ചായ വെച്ചതാത്ത? ചായയൊക്കെ വെച്ചു. വെച്ചതൊക്കെ കുടിയും കഴിഞ്ഞു. ഇനി വേണ്ടവർക്കൊക്കെ തന്നെ വെച്ച് കുടിക്കാം. എന്താ പലഹാരം ഉണ്ടാക്കണ്? എന്താ ഉണ്ടാക്കണ്? ഇന്നിപ്പോൾ ഒന്നും ഉണ്ടാക്കണില്ല പറഞ്ഞിട്ടാണ്. എനിക്ക് പലഹാരമാണെന്ന് ഒരു നിർബന്ധമില്ല. രാവിലെ നേരം ഇത്തിരി വെള്ളച്ചോറ് കിട്ടിയാലും മതി. പലഹാരമാണെന്ന് നിർബന്ധമുള്ളവരൊക്കെ തന്നെ ഉണ്ടാക്കി തിന്നോളി. ആർക്ക് വേണമെങ്കിൽ. എനിക്ക് നിങ്ങളെപ്പോലെ വെള്ളച്ചോറ് തിന്നിട്ടുള്ള ശീലമൊന്നുമില്ല. പക്ഷെ എനിക്ക് എന്താ വേണ്ടിച്ചുണ്ടാക്കി തിന്നാനൊക്കെ അറിയാം. എനിക്കൊരു നൂഡിൽസ് ഉണ്ടെങ്കിൽ തന്നെ ധാരാളം. ആയിക്കോട്ടെ, ഉണ്ടാക്കി തിന്നോ. ഞാൻ എന്തെങ്കിലും സഹായം ചോദിച്ചിട്ട് ഇങ്ങോട്ട് വാട്ടാ. ഓ നിങ്ങളെ സഹായം ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? അല്ല, എന്നിട്ടിപ്പോൾ രണ്ടാളും എന്താ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? എനിക്ക് നിങ്ങളുടെ വെള്ളച്ചോറ് നൂഡിൽസ് ഒന്നും തിന്നാൻ പറ്റില്ല. എനിക്ക് എന്തെങ്കിലും തിന്നാൻ ഉണ്ടാക്കി വെച്ചിട്ടേ നിങ്ങൾ രണ്ടാളും കൂടി തല്ലുകൂടെ തല്ലിച്ചാകുക എന്താ ചെയ്യും? അവളുടെ അടുത്ത് ഉണ്ടാക്കി തരാൻ പറയും. ഇത്രയും കാലം ഞാൻ തന്നെയല്ലേ ഉണ്ടാക്കി തന്നത്. ഇതിപ്പോൾ എനിക്ക് മാത്രമൊന്നല്ലല്ലേ പറ്റുള്ളൂ.
എനിക്കൊന്നും ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ വയ്യ. നിങ്ങൾക്ക് അറിയുമ്പോൾ ഉണ്ടാക്കി തിന്നോളി. എന്താ ഒരു കഷ്ടം നോക്കാം. ഇതിപ്പോ വെളുക്കാൻ തേച്ചത് പാണ്ടായി പറഞ്ഞ പോലെ ആയല്ലോ. ഇതിൽ രണ്ടും കൂടി എൻ്റെ കഞ്ഞൂടി മുട്ടിക്കുകയെ ചെയ്ത്. ഈ പെണ്ണുങ്ങൾ എന്താ ഇങ്ങനെ? ഒന്നില്ലെങ്കിൽ അങ്ങേയറ്റം അല്ലെങ്കിൽ ഇങ്ങേയറ്റം. ഇപ്പൊ ഞാനെന്താ തിന്നാ? ആരിഫ, എൻ്റെ 2 സാരി ഉണ്ടായിരുന്നു തിരുമ്പാന്, അതും കൂടി തിരുമ്പായിരുന്നില്ലേ? അതാ എൻ്റെ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞു ഉമ്മ. ഞാൻ എൻ്റെ മേലെ എടുക്കാക്കാനൊന്നും വയ്യ. നിങ്ങൾ അവളുടെ അടുത്ത് പറയേ. ആ ഷംന, നീ തിരുമ്പാൻ പോവല്ലേ? ഈ 2 സാരിയും കൂടി തിരുമ്പിട് കേട്ടാ. അതിന് ഞാൻ അതൊന്നും തിരുമ്പാൻ പോകുന്നല്ല. ഇതെന്റെ പുതിയ ഡ്രസ്സുകളാണ്. ഇതൊന്ന് കാറ്റ് കൊളിക്കട്ടെ പറഞ്ഞ് പുറത്ത് കൊണ്ടിടാൻ പോവുക. ഓ, അപ്പൊ ഇത് ഞാൻ ചെയ്യണായിരിക്കും അല്ലേ? അല്ലാണ്ട് ഇപ്പൊ എന്താ കാട്ടണ്? ഷംന, ഷംന, എന്തിനാ നിങ്ങൾ ഇങ്ങനെ തൊള്ള കയറണ്? ഞാനിവിടെ 2 ഉണക്കമീൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നോ? അപ്പൊ നോക്കുമ്പോ അത് കാണാനില്ല. നീ മറ്റേ എടുത്തിട്ടുണ്ടായിരുന്നോ? ഞാനൊന്നും എടുത്തിട്ടില്ല. പിന്നെ ആ മീൻ എവിടെ? ഞാനിത് ഇവിടെ വറുത്ത് വെച്ചിട്ട് കുളിക്കാൻ പോയതേ. കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്ക് സാധനമല്ല. നീ അല്ലാണ്ട് വേറെ ആരും എടുക്കില്ല അത്. പിന്നെ ഞാൻ എന്താ ഇവിടെ ഉണക്കമീൻ കാണാണ്ട് കിടക്കില്ല നോക്കാ. എന്നാ വേറെ വല്ല സാധനമാണെന്നുണ്ടെങ്കിൽ കേൾക്കാൻ രസമുണ്ട്. ഇത് ഉണക്കമീനേ, ആർക്ക് വേണത്? നീ പിന്നെ എന്ത് കൂട്ടിയിട്ടാ ചോറിൻ്റെത്? എനിക്ക് വേണ്ടതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഉമ്മാനത്ത് പോയി ചോദിച്ചു നോക്കി, ഉമ്മ എടുത്തിട്ടുണ്ടാകുവാണെങ്കിൽ. അല്ലാണ്ട് ഒന്നും അറിയാത്ത എന്നെയല്ലേ പറയാൻ വരിക. എന്തമ്മത് ചന്തേ? ഒന്നും പറയണ്ട. നേരം വിളിക്കുമ്പോ തുടങ്ങിയതാണ്. നീ ഒന്ന് പോയിട്ട് പറയടി. ആ വാതിലടിക്കുക ആൾക്കാർ കേൾക്കണ്ട. എന്താ ആരിഫത്? എന്താ ഇവിടെ? നിങ്ങൾ രണ്ടാളും എൻ്റെ കൂടെ ഒന്ന് വരി. എനിക്ക് നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അമ്മ നേരത്തെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതപ്പം ഞാൻ ഓടിപ്പിടിച്ച് വരാൻ തന്നെ കാരണം. ഡീ, എന്താ കാട്ടണ്? ഞാൻ അതവിടെ ഒരു പണിയിലാണേ. എന്തേ? നിനക്ക് ഇന്നൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റൂടി? ഇന്നോ? എന്തിന്? അതെന്താ അറിയോ? ഞാൻ ആരിഫാൻ്റെ അടുത്തേ വെറുതെ എങ്ങനെയൊക്കെ ആവും വിചാരിച്ചിട്ട് പറഞ്ഞതല്ലേ. നിങ്ങൾക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഞാൻ അതിന് ഇങ്ങനെയൊക്കെ ആവും പറഞ്ഞിട്ട് പറഞ്ഞതല്ലടി. അത് കേട്ടേ പിന്നെ പെണ്ണുങ്ങൾ എപ്പോ നോക്കിയാലും കീരിമ്പാമ്പും പോലെയാണ്. രാവിലെ തുടങ്ങിയ കച്ചറയാണേ. നീ ഒന്ന് വന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. വരാ ഞാന്. വേണ്ടാത്ത പണിക്കൊക്കെ പോയിട്ട്. ഫോണ് വെച്ചോളി എന്നാ. ആ, ഇനിയിപ്പൊ കഴിഞ്ഞത് കഴിഞ്ഞു. നിങ്ങൾ ഇനി അതൊന്നും മനസ്സിലാക്കാൻ നിൽക്കണ്ട. ഉമ്മാന്റെ ഓരോ വിവരക്കേട്. അല്ലാണ്ട് ഇപ്പൊ എന്താ പറയുക? വാപ്പ മരിച്ചേ പിന്നെ ഉമ്മാക്കൊരു തോന്നലുണ്ട്. ഉമ്മാക്ക് ഈ വീട്ടിലൊരു വിലയില്ല, ആരും ഉമ്മാനെ ശ്രദ്ധിക്കണില്ല എന്നൊക്കെ. ആ തോന്നൽ കൊണ്ട് പറഞ്ഞതായിരിക്കും. അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്താ പറയുക? നിങ്ങൾ ഇനി അതും മനസ്സിൽ വെച്ച് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ കൂടി വീട്ടിൽ ബഹളം വെച്ചിട്ട് എന്താ കാര്യം? പഴയതുപോലെ സ്നേഹത്തിൽ തന്നെ രണ്ടാളും കഴിയേ, അതല്ലേ നല്ലത്. എനിക്ക് അന്ന് ഉമ്മ ആ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് താത്ത, അതൊക്കെ ഒന്ന് ഓണയാണെന്ന്. എന്നിട്ട് ഞാനത് അപ്പം തന്നെ ഇവിടുത്തെ പോയി പറയുകയും ചെയ്തേ. അപ്പോൾ ഇവളാ പറഞ്ഞത്, ഉമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഉമ്മാക്കൊരു പണി കൊടുക്കണം എന്ന്. അത് വേറൊന്നും വിചാരിച്ചിട്ടല്ല കേട്ടോളെ. ഉമ്മാക്ക് എപ്പോഴും കണ്ടിട്ടുണ്ട് ഞാനും താത്തയും സ്നേഹത്തിൽ കഴിയുന്നതും സംസാരിക്കുന്നതും ഒന്നും പറ്റില്ല. അപ്പോൾ കുറച്ച് ദിവസം രണ്ടാൾ പ്രശ്നമായിട്ട് കഴിഞ്ഞു പറഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കാന്ന് ഉമ്മാക്ക് അറിയണമല്ലോ. അതിന് ചെയ്തതാണ്. ഉം, അതെന്തായാലും നന്നായി. ഉമ്മാക്ക് എല്ലാം മനസ്സിലായിട്ടും ഉണ്ട്. ഒറ്റ ദിവസം കൊണ്ട് ഉമ്മാക്ക് മതിയും ഗതിയായിട്ടുണ്ട്. ഉമ്മ എന്നെ എപ്പോൾ വിളിച്ചാലും ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ടേ. എല്ലാ വീട്ടിലും ഇളയച്ചി മുത്തച്ഛിമാർ ചേരാണ്ടാണ് തള്ളാർക്ക് പ്രശ്നം. ഇതിപ്പോൾ നിങ്ങൾക്ക് നേരെ തിരിച്ചാണല്ലോ എന്ന് പറഞ്ഞിട്ട്. എന്ത് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ കാട്ടുക? നിങ്ങളുടെ പ്രശ്നം തീർക്കാൻ പിന്നെ അവസാനം എന്നെ വിളിക്കേണ്ടിയും വന്നു. വാ, ഒക്കെ സോൾവായി പറയാ. ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോളി. ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഉമ്മാക്ക് നമ്മളിവിടെ എന്ത് വരെ തരാണ്ടിരിക്കുന്നത്? എന്ത് ചെയ്യണമെങ്കിലും ഉമ്മാൻ്റെ ചോദിച്ചിട്ട് തന്നെയല്ലേ ചെയ്യലുള്ളൂ. പിന്നെ എന്താ ഉമ്മാക്ക് ഇങ്ങനെയൊക്കെ തോന്നാന്? അത് പിന്നെ എൻ്റെ ഓരോ വിവരക്കടേ. ഇനി ഇങ്ങനെയുള്ള വിവരക്കടൊന്നും തോന്നില്ലല്ലോ. ഞാൻ എന്നാ പോകാൻ നോക്കട്ടെ. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അങ്ങോട്ട് എത്തണം. അമ്മ വിളിച്ചപ്പോൾ ഓടി പിടിച്ച് ഇങ്ങോട്ട് വന്നതാണ്. ഇതൊക്കെ അറിഞ്ഞാൽ എന്ത് സമാധാനത്തിൽ ഞാൻ അവിടെ ഇരിക്കുക?
പോട്ടെന്നാ കുട്ടികളെ കൂട്ടിയിട്ടേ നിൽക്കാൻ 2 ദിവസം നിൽക്കാൻ വരാ പിന്നെ. ആ ശരി എന്നാ.